ഹലോ ഫ്രണ്ട്സ്, വിശന്ന് വലഞ്ഞ് നാട്ടിലെ പലഹാരങ്ങളൊക്കെ ഓർത്ത് മനം നൊന്തിരിക്കുന്ന സമയത്താണ് കൂടെ ജോലി ചെയ്യുന്ന സ്വീഡിഷ് സുഹൃത്ത് ഹാഗയെക്കുറിച്ചും അവിടെ കിട്ടുന്ന ചില സ്വീഡിഷ് ട്രഡീഷണൽ ഫുഡിനെക്കുറിച്ചും പറഞ്ഞത്. പിന്നെ ഒന്നും നോക്കിയില്ല, കോടികൾ വിലയുള്ള ഞങ്ങളുടെ സ്വന്തം ട്രാം എടുത്ത് ഹാഗയിലേക്ക് വിട്ടു. ഹാഗ എന്നത് സ്വീഡനിലെ ഗോതൻബർഗ് സിറ്റിയുടെ ഏറ്റവും പ്രിയപ്പെട്ട അയൽപ്പക്കങ്ങളിൽ ഒന്നാണ്. ഗോതൻബർഗിൻ്റെ ചരിത്രത്തിൻ്റെ ഓർമ്മകൾ കൊണ്ട് സമ്പന്നവും ആകർഷണീയവുമായ ഒരിടമാണ് ഹാഗ. ലളിതമായി പറഞ്ഞാൽ ഗോതൻബർഗ് ഇന്നത്തെ സിറ്റി ആകുന്നതിന് മുൻപ് പണിത ഓൾഡ് സ്ട്രീറ്റ്. 17ാം നൂറ്റാണ്ടിൽ ക്യൂൻ ക്രിസ്റ്റീനയുടെ കാലത്താണ് ഈ മനോഹരമായ തെരുവ് പണിയുന്നത്. പിന്നീട് 1970കളിൽ മോഡേൺ ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നതിൻ്റെ ഭാഗമായി ഈയൊരിടം പൊളിച്ചു മാറ്റി പുതിയ കെട്ടിടങ്ങൾ പണിയാൻ പദ്ധതിയിട്ടെങ്കിലും ഹാഗ നിവാസികളുടെ കടുത്ത എതിർപ്പിൻ്റെ ഭാഗമായി മരത്തടികൾ കൊണ്ട് 17ാം നൂറ്റാണ്ടിൽ പണിത വീടുകളും കഫേകളും മറ്റ് ഷോപ്പുകളും ഇന്നും ചരിത്ര സ്മാരകങ്ങളായി നമുക്കിവിടെ കാണാൻ കഴിയും. ഇന്ത്യക്കാരായ നമ്മളെ ഏറെ ആകർഷിക്കുന്ന തെരുവ് കച്ചവടങ്ങൾ ഇവിടെ സജീവമാണ്. അതിൽ തന്നെ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വിൽക്കുന്നവരെയും നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഇതൊക്കെ എൻ്റെ പാർട്ണർക്ക് ഏറെ ഇഷ്ടമായി എന്ന് അവളുടെ മുഖം കാണുമ്പോൾ മനസ്സിലാക്കാം. ഹാഗ സ്ട്രീറ്റിലൂടെയുള്ള നടത്തം ഒരു പ്രത്യേക ഫീലാണ്. കല്ലുകൾ കൊണ്ട് പതിച്ച പാതയിലൂടെ രണ്ട് ഭാഗങ്ങളിലും സജ്ജീകരിച്ച കോഫി ഷോപ്പുകളുടെ ഇടയിലൂടെ രസമുള്ള ഒരു നടത്തം, പ്രത്യേകിച്ചും സമ്മർ സീസണിൽ. കുട്ടികളുമായി വന്നാൽ കീശ കാലിയാകാനുള്ള പല ഷോപ്പുകളും ഇവിടെ കാണാൻ കഴിയും. ഐറയ്ക്ക് ചെറിയ സൈഡ് വലിവ് വരുന്നുണ്ടെന്ന് കണ്ട ഉടനെ അവളെ ആ ഇടത്തിൽ നിന്നും മാറ്റി ഫ്രീ ആയി ഇവിടെ കളിക്കാവുന്ന ഹാഗയിലെ ഒരു പാർക്കിലേക്ക് മാറ്റി. ഹാഗ ഗോതൻബർഗിൻ്റെ ഒരു കൾച്ചർ ഹബ്ബായി അടയാളപ്പെടുത്താൻ കഴിയും. സ്വീഡൻ്റെ പരമ്പരാഗത പലഹാരങ്ങളും ചായയും വസ്ത്രവ്യാപാര കേന്ദ്രങ്ങളും ക്രാഫ്റ്റ് വർക്കുകളും എല്ലാം അത് നമ്മെ അനുഭവപ്പെടുത്തും. സ്വീഡനിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫിക്കയുടെ കേന്ദ്രമാണ് ഹാഗ. ഫിക്ക എന്നാൽ സ്വീഡിഷുകാരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഒത്തുചേരൽ പരിപാടിയാണ്. സുഹൃത്തുക്കൾക്കൊപ്പമോ ഫാമിലിക്കൊപ്പമോ മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും ബ്രേക്ക് എടുത്ത് മാനസികമായ സന്തോഷവും സമാധാനവും ലഭിക്കാൻ കോഫിയും മറ്റ് പലഹാരങ്ങളും ഒക്കെ കഴിച്ച് ഒന്നിച്ചിരുന്ന് സന്തോഷം പങ്കുവയ്ക്കുന്ന ഒരു സംഗമ രീതിയാണിത്. ക്രിസ്മസ് സമയത്ത് മനോഹരമായ ക്രിസ്മസ് മാർക്കറ്റും മിഡ് സമ്മറിൽ പ്രത്യേക ആഘോഷ പരിപാടികളും ഹാഗയിൽ നടക്കും. കൂടുതൽ പേരും ഇങ്ങോട്ട് വരുന്നത് സൈക്കിളിലാണ്. അതിന് പ്രായവ്യത്യാസങ്ങളൊന്നുമില്ല. മറ്റ് വാഹനങ്ങൾ അധികം ഇങ്ങോട്ടേക്ക് പ്രവേശിക്കാത്തത് കൊണ്ട് തന്നെ സ്വസ്ഥവും വളരെ ക്ലീനുമാണ് ഈ ഒരിടം. വഴിയരികിൽ ഐസ്ക്രീം നുണഞ്ഞിരിക്കുന്നവരെ കണ്ടപ്പോൾ എനിക്കും പാർട്ണർക്കും വായിൽ വെള്ളമൂറി. അങ്ങനെ ഞങ്ങളും വഴിയരികിൽ ഐസ്ക്രീം നുണഞ്ഞിരിക്കാൻ തീരുമാനിച്ചു ഗൈസ്.
തന്നെ പറ്റിക്കാൻ അച്ഛൻ പാർക്കിലേക്ക് മാറ്റിയതാണ് എന്ന് മനസ്സിലാക്കിയ ഐറ ഒരു പുതിയ ഷോപ്പ് അതിനിടയിൽ കണ്ടെത്തിയിരുന്നു. സ്വീഡൻ്റെ സംസ്കാരവും ചരിത്രവും അടയാളപ്പെടുന്ന ഒരുപാട് സാധനങ്ങൾ ഞങ്ങളെയും ഏറെ ആകർഷിച്ചു. ഇടയ്ക്ക് അതിൻ്റെ വില നോക്കി ഇന്ത്യൻ മണിയിൽ കൺവേർട്ട് ചെയ്തപ്പോൾ ആ ആകർഷണം ഇച്ചിരി അങ്ങോട്ട് കുറഞ്ഞു. ഒരു പാവയ്ക്ക് 2500 രൂപ. പിന്നെ ഒന്നും നോക്കിയില്ല. കൂട്ടത്തിൽ വില കുറഞ്ഞ ഒരൈറ്റം അയറക്ക് വാങ്ങി കടയിറങ്ങി. വളരെ കൃത്യതയോടെ ഈ ഒരിടം പരിപാലിക്കുന്നതുകൊണ്ടും മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നതുകൊണ്ടും 17ാം നൂറ്റാണ്ടിൽ പണിതെടുത്ത ഹാഗ ഇന്നും മനോഹരമായി തന്നെ നിവർന്നു നിൽക്കുന്നു. സ്വീഡിഷ് സുഹൃത്ത് പറഞ്ഞ സ്വീഡൻ്റെ ട്രഡീഷണൽ ഫുഡ് കഴിക്കാൻ ഒരു ഷോപ്പ് ഞങ്ങളെ മാടി വിളിച്ചു. ചില്ലിൻകൂട്ടിൽ നിരത്തി വച്ചിരിക്കുന്ന പലതും നാവിൽ വെള്ളം നിറച്ചു. എല്ലാം എഴുതി വച്ചിരിക്കുന്നത് സ്വീഡിഷ് ഭാഷയിലാണ്. കടക്കാരനോട് ഇംഗ്ലീഷിൽ സംസാരിക്കാം എന്നതാണ് ആശ്വാസം. ഈ കടയിൽ അത്യാവശ്യം തിരക്കുണ്ട്. ഞങ്ങൾ ഓർഡർ ചെയ്തത് കോക്കനട്ട് ബോളും പിന്നെ മറ്റൊരു ട്രഡീഷണൽ കേക്കുമാണ്. നമ്മുടെ അവലൂസ് ഉണ്ട പോലെയൊക്കെ തോന്നിക്കുന്ന ഒരു ഐറ്റം. എന്തായാലും സംഗതി കൊള്ളാം. ഹാഗയിൽ വന്നാൽ പ്രായമായ കുറേ കപ്പിൾസിനെ കാണാം എന്നതാണ് മറ്റൊരു സന്തോഷം. പ്രണയം ഒട്ടും തന്നെ കുറയാതെ 90ാം വയസ്സിലും കൈപിടിച്ച് നടന്ന് വഴിയരികിൽ ഒരുക്കി വെച്ച കപ്പിൾ സീറ്റിൽ ഐസ്ക്രീം നുണഞ്ഞ് പുഞ്ചിരിക്കുന്ന അവരെ കാണാൻ ഒരു പ്രത്യേക സന്തോഷമാണ്.
അന്ന് വീടുകളും ഷോപ്പുകളും ഒറ്റ നിലയായാണ് പണിതതെങ്കിലും ഇന്ന് ബഹുനില കെട്ടിടങ്ങളായി അവയെ മാറ്റിയിട്ടുണ്ട്. പല മോഡേൺ ടെക്നോളജിയും ആ പഴമയുടെ പ്രൗഢി കളയാതെ തന്നെ ആഡ് ചെയ്തിട്ടുമുണ്ട്. ആയിരത്തി 1980-കളിൽ 15,000-ഓളം പേർ ജീവിച്ച ഹാഗയിൽ ഇന്ന് ആകെ 4,000 പേരാണ് ജീവിക്കുന്നത്. ചരിത്രത്തോട് ഇഴചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇന്നും മരത്തടികൾ കൊണ്ട് പണിത ഹാഗയിലെ വീടുകളിൽ സുഖമായി ജീവിക്കുന്നു. ഹാഗ യാത്ര ഞങ്ങൾക്കൊപ്പം നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു. ബൈ.